ഇത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെയാണ് ആദ്യം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2x = 5y + 6 ആൻഡ് 15y = 6x - 80 റെപ്രസെൻറ്റ്സ് 2 ലൈൻസ് വിച്ച് ആർ ദേ. അപ്പോൾ ഇതിൽ ഏത് ലൈൻസ് ആണെന്ന് ആ 2 ലൈൻസ് എന്നാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ പ്രോബ്ലമാണ്. ഇത് നമുക്ക് അധികം ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്സ് ഉള്ള പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി സ്റ്റെപ്സിൽ, അതായത് സിമ്പിൾ സ്റ്റെപ്സിൽ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് 2x = 5y + 6 എന്നാണ് തന്നേക്കണത്. അത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2x എന്നുള്ള സൈഡിലോട്ട് 5yനെ കൊണ്ടുപോകാം. ആദ്യം എക്സിൻ്റെ ടേം എഴുതുക. അപ്പോൾ ഇതിനെയൊക്കെ ഈ RHS സൈഡിൽ നിന്ന്, ഇതാണ് RHS സൈഡിൽ നിന്ന് LHS സൈഡിലോട്ട് നമുക്കിത് ഈ ടേംസ് രണ്ടിനെയും കൊണ്ടുപോകാം. അപ്പോൾ ഇത് 5y എന്നുള്ളത് RHS സൈഡിൽ ഇത് പ്ലസ് ആയിട്ട് കിടക്കുന്നതാണ്. ഇത് ഈ സൈഡിലോട്ട് പോകുമ്പോൾ -5y ആയി. ഇനി +6 ഇപ്പുറത്തെ സൈഡിലോട്ട് ഈക്വൽറ്റിൻ്റെ ഈ LHS സൈഡിലോട്ട് പോകുമ്പോൾ +6 - 6 ആവും. ഈക്വൽ ടു അതിൻ്റെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, 0. അപ്പോൾ =0. ഇനി അടുത്തത് 5y = 6x - 18. ഇവിടെ ഓൾറെഡി 6x - 18 എന്നുള്ളത് ആ സൈഡിൽ തന്നെ കിടക്കട്ടെ. ഇതിൻ്റെ താഴത്ത് ഈ ടേം നമുക്ക് അവിടെ തന്നെ കിടക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ അത് മാറ്റണ്ട, അത് ആ സൈഡിൽ തന്നെ കിടക്കട്ടെ. ഈ 15yനാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. 15y എന്ന് പറയുന്നത് ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ +15y ആണ്. അത് ഈ സൈഡിലോട്ട് പോകുമ്പോൾ -15y ആവും. =0. ഇവിടെ നോക്കുമ്പോൾ എക്സിൻ്റെ 2 ടേംസ് ഒരേപോലെ, വൈൻ്റെ 2 ടേംസ് ഒരേപോലെ എഴുതാൻ പറ്റിയിട്ടില്ല. ഇത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് നേരെ തന്നെ താഴെ തന്നെ ഈ കോൺസ്റ്റൻ്റ് വരണം, ഈ നമ്പർ വരണം. ആ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് ആദ്യം 2x - 5y - 6 = 0. രണ്ടാമത് ഈ ടേം ഒന്ന് ഈ ഇക്വേഷൻ ഒന്ന് ലീനിയർ ഇക്വേഷനാണിത്. ഇത് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പവർ 2 ഒന്നാണ്. ഇത് പവറെല്ലാം 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് 6x, ഇതിൽ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് വൈൻ്റെ ടൈം എഴുതണം. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്ന ടൈം -15y ആണ്. അപ്പോൾ -15y ഇവിടെ കോൺസ്റ്റൻറ്റിന് പകരം നമുക്ക് ഇവിടെ -18. ഇതിപ്പോൾ ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 2നെയാണ് റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ 1 തന്നെ ഈ -18 ഈ -6നെ നേരെ താഴെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ =0. ഇതാണ് ഇപ്പോൾ ഇക്വേഷൻ 2 അയക്കുന്നത്. ഇനി എക്സിൻ്റെ ടേമുകൾ ഏതൊക്കെയാണ്, കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? 2ഉം 6ഉം. അതായത് 2/6 അത് എന്തിനോട് ഈക്വലാണ്? = ഈ വൈൻ്റെ ടേംസ് നോക്കുക. അത് -5 -15, ഇതിൽ -5, ഇതിൽ -15. അത് എന്തിനോട് ഈക്വലാണ്? ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ്, അതായത് -60 ഈക്വലാണെന്ന് നോക്കണേ. -6/-18. അതായത് 2/6 എന്ന് പറയുമ്പോൾ 2ൻ്റെ ടേബിളിൽ ഇത് 2 1 ടൈം പോവും, 2ൻ്റെ ടേബിളിൽ ഇത് 3 ടൈം പോവും. അപ്പോൾ 1/3 നീട്ടി. ഇനി ഇതെന്ന് പറഞ്ഞാൽ 19 ക്യാൻസലായി. 5ൻ്റെ ടേബിളിൽ ഇത് 1 ടൈം പോവും, 5ൻ്റെ ടേബിളിൽ 15 3 ടൈം പോവും. ഇവിടെ നെഗറ്റീവ് ക്യാൻസലായി. ഇത് 6ൻ്റെ ടേബിളിൽ ഇത് 6 1 ടൈം പോവും. ഇത് 18 6ൻ്റെ ടേബിളിൽ 3 ടൈംസ്, അതായത് 6 3s ആണ് 18. അപ്പോൾ അത് എല്ലാത്തിൻ്റെ ആൻസർ 1/3 കിട്ടി. 1/3 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ therefore the lines are coincident. അപ്പോൾ അതെല്ലാം ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഈ പിക്ചർ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇതിങ്ങനെ ഓയിൽ നിന്ന് എയിലോട്ട് ബൈസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വന്നു. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. അതായത് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇവിടെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സർക്കിളിൻ്റെ ഒരു പോയിന്റിലാണ് ഈ ലൈൻ മീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ TA is the tangent. ഈ പ്രോബ്ലത്തിൽ വേറെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ TA ടാൻജൻ്റ് ആണെന്നും സെൻറ്റർ ആണെന്നും ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി OT എന്ന് പറയുന്നത് 4 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ
ടി എ, ആംഗിൾ ഒ ടി എ, അതായത് നടുക്ക് പറയുന്ന ഈ ടി, ഒ ടി എ എന്ന് പറയുന്ന ടിയിൽ ഈ ടി ആണ് 30 ഡിഗ്രി ആയിട്ട് തന്നേക്കണം. ഇനി ലെങ്ത് ഓഫ് ടി എ കണ്ടുപിടിക്കണം. ഈ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ഈ കോസ് 30 കണ്ടുപിടിക്കുക. ഇത് കണ്ടോ, കോസ് 30യിൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. 30 എന്ന് പറയുമ്പോഴേക്കും ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്കറിയാം കോസ് 30 is equal to adjacent side by hypotenuse. അപ്പോൾ ഈ പിക്ചറിൽ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ടി, അതായത് ഇതാണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് വന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡാണെങ്കിൽ ഇത് അഡ്ജസൻറ്റ് സൈഡ്. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ന്യൂസ്. അപ്പോൾ ഇത് അഡ്ജസൻറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ടി എ അല്ലെങ്കിൽ എ ടി. അപ്പോൾ എ ടി ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ 4 ആണെന്ന്. ഇനി കോസ് 30 സൈൻ 30 അതിൻ്റെയൊക്കെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം. അതായത് കോസ് 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √3/2 ആണ്. അതുപോലെ സൈൻ 30 നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സൈൻ 30 = 1/2. ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, നന്നായിട്ട് മനപ്പാടമാക്കി വെക്കണം. ഓക്കെ, ഇനി കോസ് 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, √3/2. ഇനി നമുക്ക് എ ടി കണ്ടുപിടിക്കണം. അപ്പോൾ എ ടി തിരിച്ച് നമുക്കൊന്നും കൂടി ചെയ്താൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒന്നും കൂടി മാറ്റി എഴുതുന്നതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അപ്പോൾ എ ടി മാത്രം, അതായത് ഇത് ഞാൻ ഈ സൈഡിൽ എഴുതി, ഇത് ഇങ്ങനെ എഴുതി. ഇതിപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്. ഇപ്പോൾ സൈഡൊന്നും ചേഞ്ച് ചെയ്തതല്ല, ഈ സൈഡ് ഇതിനോട് ഈക്വലാണ്. അത് തന്നെ ഞാനൊന്നും കൂടി എഴുതിയെന്ന് മാത്രം. ഇനി എ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ടി = ഇപ്പോൾ ഈ 4 ഇവിടെ ഡിവൈഡായിട്ട് കിടക്കണതാണ് എന്ന് പറഞ്ഞാൽ ഡിവൈഡായിട്ട് കിടക്കണതാണ്, ഇങ്ങനെ ഡിവൈഡഡ്. അപ്പോൾ ഇത് ഈ സൈഡിലോട്ട് RHS സൈഡിലോട്ട് ഈ 4 പോകുമ്പോൾ ഓൾറെഡി RHS സൈഡിൽ √3/2 ഉണ്ട്. ആ സൈഡിലോട്ട് 4 പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ 2ൻ്റെ ടേബിൾ 1 ടൈം പോവും, 2ൻ്റെ ടേബിളിൽ ഇത് 2 ടൈം പോവും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2, ഇവിടുത്തെ 2ഉം ഇവിടെ വേറെ ഒന്നുമില്ല, 2ഉം ഈ √3ഉം. അപ്പോൾ 2√3 സെൻറ്റിമീറ്ററിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. അപ്പോൾ 2√3 സെൻറ്റിമീറ്റർ ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ അതിൽ ഓപ്ഷൻ 2√3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണിത് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 3, റേഷ്യോ ഓഫ് HCF to LCM ഓഫ് ദ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ. രണ്ടിൻ്റെയും കൂടി HCF to LCM. അതായത് ഏറ്റവും ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പറിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് 4 ആണ്. അതായത് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. 2 or more പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയൊക്കെ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയും. അതിൽ ഏറ്റവും ലീസ്റ്റ് 4 ആണ്. ഇനി ലീസ്റ്റ് ആയിട്ടുള്ള കോമ്പോസിറ്റ് നമ്പർ കൂടാതെ ലീസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ ഈസ് 2. ഇനി LCM ഓഫ് 2ഉം 4ഉം കണ്ടുപിടിക്കാൻ പോണേ. അതായത് LCM കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും 2ൻ്റെ 4ൻ്റെ കണ്ടുപിടിക്കുമ്പോൾ 2ഉം 4ഉം ഒരുമിച്ച് എഴുതുക. ഇതുപോലെ 2ൻ്റെ ടേബിളിൽ ആദ്യം ഇതെടുക്കുക. അതായത് ഇത് 2ൻ്റെ ടേബിളിലാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഇത് 2ൻ്റെ ടേബിളിൽ ഇത് 1 ടൈം പോവും. 2 2s ആണ് 4 വന്നത്. അപ്പോൾ ഇവിടെ 2 2s are 4. അപ്പോൾ ഇത് 2 × 1 is 2. അപ്പോൾ അത് വന്നു. ഇനി ഇത് പിന്നെ 2ൻ്റെ ടേബിളിൽ പോകുന്നത്. അപ്പോൾ 2 എഴുതുക. 2ൻ്റെ ഇത് 1 വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എഴുതുക. ഇത് 2ൻ്റെ ടേബിൾ 2 1s ആണ് 2. അപ്പോൾ ഇത് പിന്നെ ഇത് രണ്ടും 1 ആയിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇനി അത് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ LCM ഓഫ് 2 4 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എഴുതേണ്ടത് 2 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 × 2 = 4. ഇനി HCF കണ്ടുപിടിക്കുക. HCF ഇതിൻ്റെ തന്നെ 2ൻ്റെയും 4ൻ്റെ HCF കണ്ടുപിടിക്കുക. HCF കണ്ടുപിടിക്കുമ്പോൾ ആദ്യം 2ൻ്റെ നോക്കുക. 2ൻ്റെ ടേബിളിൽ 2 1 ടൈം പോയി. അപ്പോൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട 4ൻ്റെ. ഇത് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം HCF കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഇത് പിന്നെയും 2ൻ്റെ ടേബിളിൽ പോകും. ഏറ്റവും ചെറിയ നമ്പർ വെച്ചിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ 2ൻ്റെ ടേബിളിൽ പോകുന്നുണ്ടെങ്കിൽ 2 വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ 2 2s ആണ് 4. അപ്പോൾ അതോടെ സ്റ്റോപ്പായി. ഇനി 2ൻ്റെ ടേബിളിൽ ഇത് പിന്നെ 2ൻ്റെ ടേബിളിൽ പോകും. അപ്പോൾ 1 2 1 is 2. ആ 2 ആണ് ഇവിടെ കഴിക്കുന്നത്. അപ്പോൾ ഇത് 1 കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിലും 1 കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പായി. അപ്പോൾ 2നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് =2 എന്നും ഈ 2നെ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന നമ്പർ 2. ഈ 2നെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ 2 × 1, അതായത് ഇതാണ് എഴുതുന്നത്. പിന്നെ അടുത്തത് 4 =
നമുക്ക് എത്രയൊക്കെ നമ്പർ കിട്ടി? 2 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 4 നമുക്ക് കിട്ടിയത് 2 ഇൻറ്റു 2 ഇൻറ്റു 1. ഇത് അതുപോലെ തന്നെ എഴുതി. ഇനി രണ്ടിലും കൂടി കോമൺ ആയിട്ട് ഏതൊക്കെ നമ്പർ ഉണ്ട്? ഇവിടെയുള്ള നമ്പർ തന്നെ ഇവിടെയും വേണം. അപ്പോൾ ഇതിൽ 2 ഉണ്ടെങ്കിൽ ഇവിടെയും 2 ഉണ്ട്. അപ്പോൾ HCF എഴുതുമ്പോഴേക്കും നമുക്ക് അതിൽ രണ്ടിലും ഓരോ 2 ഉണ്ടെങ്കിൽ 2 എഴുതാം. ഇനി ഈ 2 ഇനി ഇവിടെ ഇല്ല, അപ്പോൾ നമുക്കത് എഴുതണ്ട. ഇനി അടുത്ത് 1 ഉണ്ട്, 1 രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇൻറ്റു 1 ഈക്വൽ ടു ആൻസർ 2 കിട്ടി. അപ്പോൾ HCF 2 കിട്ടി, LCM 4 കിട്ടി. ഇനി ഇവിടെ ഫൈനലായിട്ട് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ആണ്. അതായത് ദ റേഷ്യോ ഓഫ്, ഇത് കൊണ്ട് തീർന്നില്ല, HCF ടു LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് HCF LCM ഈ രണ്ട് നമ്പറിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് അതിപ്പോൾ HCF എഴുതുമ്പോഴേക്കും 2 ആണ്. 2:2 റേഷ്യോ എന്ന് പറയുമ്പോൾ 2 എഴുതി. ഇനി LCMത്തിൻ്റെ ആൻസർ 4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 2ൻ്റെ ടേബിളിൽ ഇത് 1 ടൈം പോകും. രണ്ടും 2ൻ്റെ ടേബിളിൽ പോകുന്നു. അപ്പോൾ 2ൻ്റെ ടേബിളിൽ ഇത് 1 ടൈം പോകും. ഇത് 2 അല്ലെങ്കിൽ റേഷ്യോ. ഇത് 2ൻ്റെ ടേബിളിൽ ഇത് 2 ടൈം പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 2:4 എന്ന് പറഞ്ഞാലും 1:2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ കറക്റ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1:2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ A ആണ്. ഇതാണ് കറക്റ്റ്. അപ്പോൾ ആൻസറായി. ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇഫ് എ പോളിന് 6 മീറ്റർ ഹൈ ഉണ്ട്, അത് കാസ്റ്റ് ചെയ്യുന്ന ഷാഡോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഴൽ 2√3 മീറ്ററാണ്. അത്രയും ലോങ് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഓൺ ദ ഗ്രൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത്. ദെൻ സൺസ് എലിവേഷൻ ഈസ്, സണ്ണിൻ്റെ എലിവേഷൻ അതായത് തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന വാല്യൂസൊക്കെ അതുപോലെ തന്നെ എഴുതുക. അതായത് പോളിൻ്റെ ഹൈറ്റ് ഓഫ് പോൾ 6 മീറ്റർ എന്ന് എഴുതുക. ഇനി ലെങ്ത് ഓഫ് ഷാഡോ 2√3 മീറ്റർ ലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺ ദ ഗ്രൗണ്ടിൽ. അപ്പോൾ അതും എഴുതുക. നമുക്ക് ഫിഗർ വരയ്ക്കണം ഇത് ബേസ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതാണ് പോൾ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 6 മീറ്ററാണ് ലോങ്. ഇതിൻ്റെ ഷാഡോ വരുന്നത് 2√3 മീറ്ററാണ്. അപ്പോൾ ഇതിങ്ങനെ വരച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ നെയിം ചെയ്യണേ ABC. ഇനി ഇത് ഇങ്ങോട്ട് ലൈൻ ജോയിൻ ചെയ്യുക. ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന തീറ്റയാണ് സണ്ണിൻ്റെ എലിവേഷൻ. അപ്പോൾ ഈ തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും അറിയാം, ഇതറിയില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന സൈഡ് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സൈഡല്ല കണ്ടുപിടിക്കേണ്ടത്, ഈ രണ്ട് സൈഡ് വെച്ചിട്ട് നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ അതായത് ഈ ആംഗിൾ ഇത്രയുള്ള ഡിഗ്രി ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ തീറ്റനല്ല തീറ്റ ബി ദ എലിവേഷൻ ഓഫ് സൺ എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ABയും BCയും വരുന്ന രീതിയിൽ എടുക്കുന്ന മെഷർമെൻറ്റ് ഏതൊക്കെയാണ്? ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും, ഇത് അഡ്ജസൻറ്റ് സൈഡായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ടാൻ ആണ്. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമുക്കറിയാം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? AB ആണ്. AB ബൈ BC. ഇനി അതായത് ടാൻ തീറ്റയുടെ വാല്യൂ ആണ് ഇപ്പോൾ എഴുതാൻ പോണത്. അപ്പോൾ AB എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് AB എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6 മീറ്ററാണ്. അപ്പോൾ 6 ബൈ BC 2√3 ആണ്. അപ്പോൾ 2√3. ഇനി നമുക്ക് ഇതുകൊണ്ട് തീർന്നില്ല, ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ 2ൻ്റെ ടേബിളിൽ ഇത് 1 ടൈം പോയി, 2ൻ്റെ ടേബിളിൽ 3. നമുക്കറിയാം 3 2s 6 ആണെന്ന്. അപ്പോൾ ഇങ്ങനെ വെട്ടിയാലും മതി. 3നെ ഞാനിവിടെ 3 × 2 എന്ന് എഴുതി. 2ഉം 2ഉം ക്യാൻസൽ, ബാലൻസ് വരുന്നത് 3. മുകളിൽ 3, താഴെ √3. അപ്പോൾ നമുക്കറിയാം √3 × √3 ആണ് 3. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം റൂട്ട് ഓഫ് ഈ രണ്ട് റൂട്ടിനെ കൂടി ഒരുമിച്ച് എഴുതി 3 × 3 നമ്മൾ എഴുതിയിട്ടില്ലേ? അതായത് 3 3 സാർ എത്രയാണ്? 9. അതായത് 3. ഇനി 3 3 സാർ എത്രയാണ്? 9. അതായത് √9 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രീതിയിൽ, അതായത് ഇതെല്ലാം സെയിം ആണ്, 3നോട് ഈക്വലാണ്. ഈ LHS സൈഡെല്ലാം 3നോട് ഈക്വലാണ്. ഇത് വേറെ രീതിയിൽ ഇങ്ങനെയും എഴുതാം. അതപ്പോൾ 3ൻ്റെ സ്ഥലത്ത് ഞാനിപ്പോൾ എഴുതാൻ പോണേണ് √3 × √3. എന്തിനാണ് അങ്ങനെ എഴുതണത്? ഇവിടെ താഴെ √3 ഉണ്ട്. ആ √3 മുകളിലത്തെ √3 ആയിട്ട് ക്യാൻസലായി പോയാൽ ആൻസർ √3 എന്ന് കിട്ടും. അപ്പോൾ √3 എന്ന് കിട്ടി ഇതിൻ്റെ ആൻസർ.
അതുകൊണ്ട് തീർന്നില്ല. അപ്പോൾ എന്തിൻ്റെ ആൻസറാണ് √3 എന്ന് കിട്ടിയേക്കണം? നമ്മളിവിടെ എന്തിൻ്റെ ആൻസർ എഴുതിയേ പോയ √3 എന്ന്. ഇവിടെ ടാൻ തീറ്റ എന്ന് എഴുതി പോയിട്ടാണ് √3 കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് തീർന്നില്ല. ടാൻ തീറ്റയാണോ √3 എന്ന് കിട്ടിയേക്കണത്? അങ്ങനെ വരുമ്പോൾ ഇനിയിത് നമുക്ക് കണ്ടുപിടിക്കണം. √3 എന്തിൻ്റെ വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം sin 60. ഇനി അതായത് ഏത് തീറ്റ എന്ന് പറയുന്നത് ഏതോ നമ്പറിൻ്റെ ചിലപ്പോൾ 30 ആവാം തീറ്റ, ചിലപ്പോൾ 60 ആവാം, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 60 എടുത്ത് നോക്കുക. sin 60. sin 60യുടെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതായത് √3/2. അതുപോലെ cos 60 നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് എന്തറിയാം? ഈ സൈനും കോസിൻ്റെ വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി. അതായത് sin 30 cos 30, sin 60 cos 60, ഇതൊക്കെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇനി ഇതുപോലെ തന്നെ cos 60 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ tan 60 കണ്ടുപിടിക്കുക. അങ്ങനെയുണ്ടെന്ന് നോക്കാം. √3 എന്ന് കിട്ടുമോ നോക്കാം. അതായത് sin 60 എന്ന് പറഞ്ഞാൽ tan 60 എന്ന് പറഞ്ഞാൽ sin 60/cos 60 ആണ്. അപ്പോൾ വാല്യൂസ് ചെയ്താൽ വാല്യൂസ് എന്ന് പറയുമ്പോഴേക്കും sin 60യുടെ വാല്യൂ √3/2 ഡിവൈഡഡ് ബൈ എന്തിൻ്റെ ആൻസർ? ഈ sin 60യുടെ വാല്യൂ അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് √3/2 ഈ sin 60യുടെ വാല്യൂ ഈ sin 60യുടെ സ്ഥലത്ത് ഞാൻ എഴുതിയെന്ന് മാത്രം. ഇനി cos 60 1/2 ആണെന്ന് അറിയാം. അപ്പോൾ ഈ cos 60യുടെ സ്ഥലത്ത് ഈ ഡിവൈഡ് ബൈ ആണ് ഈ ഡിവൈഡ് ബൈ കിടക്കുന്നത്. ഇനി cos 60 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 1/2. അതായത് ഇതിപ്പോൾ എങ്ങനെ കിടക്കണത്? √3/2 ഈ ഡിവൈഡിന് വരെ ഞാൻ ഇങ്ങനെ എഴുതി, വേറെ പേജിൽ കാണിച്ചത്. അതായത് √3/2 ഡിവൈഡ് ബൈ, അത് ഞാൻ വേറെ രീതിയിൽ എഴുതുന്നതാണ്. √3/2 ഈ ഡിവൈഡിനെ ഞാൻ ഇങ്ങനെ സിമ്പിളാക്കി എഴുതി ബൈ 1/2. അത് ഞാനിതിനെ √3/2 ഡിവൈഡ് മാറ്റി ഇൻറ്റു ആക്കി കഴിഞ്ഞാൽ ഇത് നേരെ തിരിയും. താഴെ കിടക്കുന്ന 2 മുകളിൽ കിടക്കുന്ന 1 താഴെ. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ നടന്നു. അതായത് √3 എന്ന് കിട്ടി. അപ്പോൾ എന്തിൻ്റെ ആൻസറാണ് ഈ കിട്ടിയേക്കുന്നത്? tan 60യുടെ ആൻസറാണ് √3 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് √3യുടെ പ്ലേസിൽ നമുക്ക് എന്ത് ചെയ്താൽ tan θ ഈക്വൽ ടു √3യുടെ പ്ലേസിൽ നമുക്ക് കിട്ടി tan 60 ആണ് √3 കിട്ടി. അപ്പോൾ tan 60 ആണ് √3 എന്ന് കിട്ടി. അപ്പോൾ ഈ പ്ലേസിന് പകരം ഞാനിവിടെ tan 60 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് തീറ്റ എന്ത് കിട്ടി? therefore തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. അതായത് എന്താണ് ഈ തീറ്റ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തത്? തീറ്റ ആംഗിൾ എലിവേഷൻ ഓഫ് സൺ അല്ലേ? തീറ്റ ബി ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് സണ്ണിൻ്റെ എലിവേഷൻ, അതായത് എലിവേഷൻ. അപ്പോൾ എലിവേഷൻ ഓഫ് സൺ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? എലിവേഷൻ ഓഫ് സൺ ഈസ് 60 ഡിഗ്രി. അതായത് ആൻസർ 60 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ ഓപ്ഷൻ 60 ഡിഗ്രിയിൽ നിന്ന് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ 2 ട്രയാങ്കിളിൽ ഒരെണ്ണം ABC എന്നും ഒരെണ്ണം QPR. അതായത് ഓർഡറിലല്ല തന്നേക്കണത്. രണ്ടാമത്തത് ABC എന്ന് പറഞ്ഞ പോലെ PQR എന്നല്ല തന്നേക്കണത്, QPR. അങ്ങനെയാണ് ഇത് സിമിലർ. നടുക്കുള്ള സിമ്പിൾ തന്നിരിക്കുന്നത് സിമിലർ. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ QPR എന്ന് തന്നേക്കുന്നത്. ഇനി അതിൽ തന്നിരിക്കുന്നത് AC ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, BC ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, എഴുതി കാണിച്ചിരിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. ഇനി QR എന്ന് പറഞ്ഞിട്ട് 3 സെൻറ്റിമീറ്റർ, PR ഈക്വൽ ടു X എന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് Xൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ ABC എന്ന് പറയണമെങ്കിൽ ഇങ്ങനത്തെ ഇതിൻ്റെ മീനിങ്, സിമ്പിളിൻ്റെ മീനിങ് സിമിലർ എന്നാണ് മീനിങ്. അപ്പോൾ ഈ സിമിലർ ടു ട്രയാങ്കിൾ QPR ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 2 സൈഡ്സ് തന്നിട്ടുണ്ട്. ഇവിടെ 5 സെൻറ്റിമീറ്ററാണ് ഈ സൈഡ്, ഇവിടെ സൈഡ് തന്നിരിക്കുന്നത് ഇത് 3 സെൻറ്റിമീറ്റർ. QR എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററാണ്. ഈ PR എന്ന് പറയുന്നത് X ആയിട്ട് തന്നേക്കണം. X ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സിൻസ് 2 ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് തന്നെ ബൈ പ്രൊപ്പോർഷണാലിറ്റി തിയറം ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ചിട്ട് ഈ 2 സൈഡ് തന്നിരിക്കുന്ന 2 സൈഡും അതായത് റേഷ്യോ അനുസരിച്ചിട്ട് ഈക്വലാണ്. അതായത് തന്നിരിക്കുന്ന ആദ്യത്തെ 2 സൈഡ്, ഇത് 2 സൈഡുകൾ തന്നേക്കണം ACയും BCയും തന്നേക്കണം. അപ്പോൾ AC ഏതിനോട് പ്രൊപ്പോർഷണൽ? രണ്ടാമത് ഈ പിക്ചറിന് തന്നേക്കണം ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ QR ആണ്. അപ്പോൾ AC/QR ഈക്വൽ ടു രണ്ടാമത് ഈ ABC എന്ന് പറഞ്ഞാൽ രണ്ടാമത് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് BC ആണ്, ഈക്വൽ ടു BC/QR
ഇതിൽ പി ആറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പി ആർ ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ പി ആർ തന്നെ എഴുതാം. എക്സ് ആണ്. ഇനി വാല്യൂസ് രണ്ടാമത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് ബൈ പ്രൊപ്പോർഷണാലിറ്റി തിയറം. പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ചിട്ട് ഈ രണ്ട് സൈഡുകൾ, അതായത് രണ്ട് ഇതിൻ്റെ സൈഡുകളാണ്. എ സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിൻ്റെ ഒരു സൈഡാണ്. ഇനി ഇത് ക്യു ആർ എന്ന് പറയുന്നത് രണ്ടാമത് ഈ ട്രയാങ്കിൾ ആദ്യം തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ക്യു ആർ ആണ്. അപ്പോൾ അത് എന്നോട് ഡിവൈഡ് ബൈ ആയിട്ട് ചെയ്താൽ റേഷ്യോ ആയിട്ട് എഴുതി. ഇനി ഇതിലെ ബി സി, ഇതിൽ രണ്ടാമത് തന്നിരിക്കുന്നത് ബി സി ആണ്. ഇവിടെ രണ്ടാമത് നമുക്ക് ക്യു ആർ ആണ്, അല്ല പി ആർ ആണ്. അപ്പോൾ ഈ എ ബി സിയിലെ ബി സി ബൈ ഈ പി ആറിലെ പി ആറും കൂടി എഴുതി. ഞാൻ എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി എന്ന് പറയുന്ന ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 6 ആണ്. 6 ഇവിടെ ക്വസ്റ്റിൽ കണ്ടോ 6. ഇനി ക്യു ആർ ഇവിടെ നോക്കുക 3 ആണ്. 6/3 ഈക്വൽ ടു ബി സി ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 5. പി ആർ തന്നിരിക്കുന്നത് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് എക്സ് ചെയ്താൽ. ഇനി ഇത് എൽ എച്ച് എസ് ആർ എച്ച് എസിനോട് ഈക്വൽ. അപ്പം ഞാൻ ഇത് ഇപ്പുറത്തും ഇത് ഇങ്ങോട്ട് എഴുതി. അത് അതായത് 5/x എന്ന് പറയുന്നത് 6/3 ഈക്വലാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും രണ്ടും ഈക്വലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊന്നുമല്ല. ഇത് എൽ എച്ച് എസ് ആർ എച്ച് എസിനോട് ഈക്വലാണ്, ആർ എച്ച് എസ് എൽ എച്ച് എസിനോട് ഈക്വൽ. വേറെ ഒന്നും ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ തരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മുകളിലത്തെയും താഴത്തെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ 3ഉം 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്നത് എക്സ് ഇൻറ്റു 6. ഇപ്പോൾ എത്ര കിട്ടും? 6x. 5 ഇൻറ്റു 3, അതായത് 5 ഇൻറ്റു 3 നമുക്കറിയാം 15. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 6x ഈക്വൽ ടു 15 കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 15/6 എത്ര കിട്ടും? 15 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 3 ആണ്. എളുപ്പത്തിൽ ക്യാൻസലേഷൻ അങ്ങനെ എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാതെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. 5 ഇൻറ്റു 3 ആണ് 15. അതായത് 6 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2. 3യും 3യും ക്യാൻസലായി. ആൻസർ കിട്ടുന്നത് 5/2. അതായത് 5നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു നമ്പറിൻ്റെ പകുതി കണ്ടുപിടിക്കണം എന്നർത്ഥം. അതായത് 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം? 2.5, 2.5 അല്ലേ? 5ൻ്റെ പകുതി 2.5 അല്ലെ 2.5. അപ്പോൾ നമുക്ക് ഒരു നമ്പറിൻ്റെ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ആ നമ്പർ മുകളിൽ കിടക്കുന്ന നമ്പറിൻ്റെ നേരെ പകുതി. ഡിവൈഡ് ഒന്നും ചെയ്യാൻ പോകേണ്ട, എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതിൽ 2.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ തന്നിരിക്കണം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിലാണ് 2.5 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഡിസ്റ്റൻസ് ഫോമുല വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്റ്റൻസ് ഓഫ് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 6.8 ആണ് തന്നെ, -6.8 ഫ്രം ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ അത് ആ പോയിൻറ്റ് 0 ആയിരിക്കും. ഒറിജിൻ എപ്പോഴും 0 ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒറിജിൻ. അതെപ്പോഴും എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് -6 നിന്നും 8 നിന്നുള്ള ഡിസ്റ്റൻസാണ് കണ്ടുപിടിക്കുന്നത്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് സാധാരണ അറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഇക്വേഷൻ x1 y1 എന്നും പറഞ്ഞ ഒരു ഇക്വേഷൻ, അതായത് x2 അടുത്തത് x2 y2. നമുക്ക് ഡിസ്റ്റൻസ് ഫോമുല വെച്ചിട്ട് x1 y1ൻ്റെയും x2 y2ൻ്റെയും ഡിസ്റ്റൻസ് ഫോമുല വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ഒരു കോമൺ ഇതാണ്. അതായത് ഇതാണ് ഡിസ്റ്റൻസ് ഫോമുല. അതായത് x2 മൈനസ് ഈ x1 ഹോൾ സ്ക്വയർ പ്ലസ് ഈ y2, ഇതാ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, y2 മൈനസ് ഈ y1 ഹോൾ സ്ക്വയർ. ഇത് നല്ല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഏത് ഇതിൻ്റെയും രണ്ട് പോയിൻറ്റ്സുകൾ കോർഡിനേറ്റ് തന്നേക്കണേ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത് തന്നിരിക്കുന്ന ഇതാണ് ഇവിടുത്തെ ഇത്. അതായത് ഫ്രം x2, അതായത് ഇതാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ ഫ്രം ഉണ്ടാവും. ഫ്രം ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് ഇത് കുറയ്ക്കുക. അതായത് x2 അതിൽ രണ്ടാമത്തേൽ ഈ കോർഡിനേറ്റ് ആദ്യം ചെയ്താൽ, രണ്ടാമത്തേൽ ഈ x1 എന്നുള്ളത് പിന്നെ മൈനസ് ഇട്ടിട്ട് ചെയ്താൽ ഹോൾ സ്ക്വയർ. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻറ്റ്. അതായത് ഇവിടെ രണ്ട് പോയിൻറ്റ്സിൽ ഒരെണ്ണം -6.8 ആണ് ഫ്രം ഒറിജിൻ, അതായത് ഇതാണ് 0. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഇക്വേഷൻ അനുസരിച്ചിട്ട് വരുന്നത് ഇവിടെ x1 y1 എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്നാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ആദ്യം വരുന്നത് x1 y1, ഇത് വരുന്നത് x2 y2. അപ്പോൾ x2
മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് -6 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 ദ ഹോൾ സ്ക്വയർ. x1 എന്ന് പറഞ്ഞാൽ 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് y2 എന്ന് പറഞ്ഞാൽ ഇവിടെ 8. അപ്പോൾ 8 മൈനസ് ഓൾറെഡി ഉള്ളതാണ് -0 y1 എന്ന് പറഞ്ഞാൽ 0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ -6 നിന്ന് 0 കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഒന്നും കുറയ്ക്കാനില്ല. 0 എന്ന് പറഞ്ഞാൽ ഒന്നും കുറയ്ക്കാനില്ലെന്ന് അർത്ഥം. അപ്പോൾ -6 തന്നെ വന്നു. -6 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇത് 8 നിന്ന് 0 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 8 തന്നെ, ഒന്നും കുറയ്ക്കാനില്ല. 8 സ്ക്വയർ. ഇനി റൂട്ട് ഓഫ് -6 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -6 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -6 ഇൻറ്റു -6, അതായത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി 6 ആർ 36. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് -6 ദ ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി 36. അപ്പോൾ 36 പ്ലസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 8 ആർ 64. അപ്പോൾ ആൻസർ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ 100 ഇടും. 100 റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ഒരേപോലത്തെ നമ്പർ കണ്ട 10 രണ്ട് ഒരേപോലത്തെ നമ്പർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 100. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ വെറും 10, വെറുതെ 10 എന്ന് എഴുതുക. അതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3 കിട്ടി 10. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ 10 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിലാണ് 10 വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ എ പി തന്നിരിക്കുന്ന എ പി ആണ്. അപ്പോൾ നെക്സ്റ്റ് ടേം ഓഫ് എ പി, അതായത് ആദ്യത്തെ ടേം വന്നിരിക്കുന്നത് √7, √28, √63. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടേം വരെ തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. അതാണ് ഇപ്പോൾ നെക്സ്റ്റ് ടേം ഓഫ് എ പി ഈസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ടേംസുകളൊക്കെ ഒന്ന് എഴുതാം. √7, √28, √60. എപ്പോഴും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും ആലോചിക്കുക. നമുക്ക് അത് വെച്ച് തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ക്ലൂസ് ഒക്കെ കിട്ടും. അപ്പോൾ √7 അതുപോലെ തന്നെ എഴുതി. അതിന് നമുക്കറിയാം √7 എന്ന് പറഞ്ഞാൽ √7 ഇൻറ്റു 1 ആണ് അല്ലേ. പിന്നെ അടുത്തത് √28 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 4s ആണ് 28 അല്ലേ. 7 4s ആണ് 28. അപ്പോൾ നമുക്ക് 7 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. 4 2 ഇൻറ്റു 2. ഈ 4 പകരം ഞാൻ 2 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് √28 പകരം ഞാനിവിടെ എഴുതാൻ പോണേ 7 ഇൻറ്റു 2 ഇൻറ്റു 2. കാരണം 7 4s ആണ് 28. ആ 7 ഇൻറ്റു 4 ഞാൻ ഇങ്ങനെ എഴുതി, സ്പ്ലിറ്റ് ചെയ്ത്. പിന്നെ √63 അതായത് റൂട്ട് അതുപോലെ തന്നെ എഴുതി. 63 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. 63 എന്ന് പറഞ്ഞാൽ 9 7s ആണ് 63. അപ്പോൾ ഈ 9 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. 9 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 63. അപ്പോൾ ഞാൻ ഇനി 63ക്ക് പകരം ഇതും ഇല്ല എഴുതണത്. ഇതാണ് എഴുതാൻ പോണത് മൊത്തത്തിൽ. അതായത് 7 ആ ഓർഡറിൽ തന്നെ എഴുതാം. 7 ആദ്യം എഴുതാം. 7 ഇൻറ്റു ഇവിടെ നമുക്ക് കിടക്കുന്ന 3 ഇൻറ്റു 3. ഓക്കെ. അപ്പോൾ എനിക്ക് കിട്ടി 7 എന്ന് പറഞ്ഞാൽ √7 ഇൻറ്റു 1, ഈ √28 എന്ന് പറഞ്ഞാൽ √7 ഇൻറ്റു 2 ഇൻറ്റു 2, √63 എന്ന് പറഞ്ഞാൽ √7 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി അടുത്ത ടൈം ഏതായിരിക്കുന്നു. അതായത് 1 കഴിഞ്ഞാൽ 1ന് ഞാനിപ്പോൾ 1 ഇൻറ്റു 1 ആൻസർ എന്ത് തന്നെ കിട്ടുള്ളൂ, ഈ 7 തന്നെ കിട്ടുള്ളൂ. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 1 തന്നെ. അപ്പോൾ ഏകദേശം ഈ ഓർഡറിൽ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അതായത് √7 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ √7. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം √2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് √2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആണ്. 2 √7 ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എഴുതാം. √7 അതുപോലെ തന്നെ എഴുതാം. റൂട്ടിൻ്റെ അകത്ത് തന്നെ കിടക്കും. ഇനി √3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ആൻസർ 3 ആണ്. നമുക്കറിയാം √9 = 3 ആണ്. അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് അറിഞ്ഞിരിക്കണം അത് 3 ആണെന്ന്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിൻ്റെ ഇത്ര ആൻസർ റൂട്ടിൽ വരുമ്പോൾ ആൻസർ 3 വരും. ഈ √7 അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം പറഞ്ഞ് ഞാൻ എഴുതുന്നു. അതിന് നമ്മൾ സാധാരണ ഒരു ഇക്വേഷനിൽ നമ്മൾ അതിൻ്റെ ഫോമുല അനുസരിച്ചിട്ട് എ എന്നാണ് വിളിക്കുന്നത്. A = √7 കിട്ടി. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, D ആണ്. D = അതായത് കോമൺ ഡിഫറൻസ് എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഈ സെക്കൻഡ് ടേം ഫസ്റ്റ് ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് കിട്ടും. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലും കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും,
2√7 മൈനസ് √7. ഈ വെറുതെ √7 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇത് എത്ര √7 ഉണ്ട്? 1 ഒരു √7 ആണ് ഉള്ളത്. അതായത് 2 √7 നിന്ന് ഒരു √7 കുറയ്ക്കുന്നു. ഇതിൻ്റെ മീനിങ് എന്താ? 2 √7 നിന്ന് ഒരു √7 കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഒരു √7 കിട്ടും. രണ്ടെണ്ണത്തിൽ നിന്ന് പറഞ്ഞാൽ കുറച്ചാൽ ഒരു √7 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ √7 കിട്ടി. അപ്പോൾ എന്തൊക്കെ കിട്ടി? ഫസ്റ്റ് ടൈം √7 കിട്ടി. ഈ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞത് √7 കിട്ടി. അപ്പോൾ നമുക്കത് എഴുതാം. A = D = അതായത് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് എന്താണെന്ന് കിട്ടി? √7 കിട്ടി. ഇനി നമുക്ക് ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ജനറൽ ഫോർമുല അനുസരിച്ച് അറിയാം. ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ജനറൽ ഫോർമുല വെച്ചാൽ ആദ്യത്തെ A ആണ്, രണ്ടാമത്തെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ A+D ആണ്, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A+2D, അടുത്തത് A+3D. ഞാനിങ്ങനെ എഴുതുന്നുണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതിൽ ഇതനുസരിച്ചിട്ട് ആദ്യം നമുക്ക് കിട്ടി ഫസ്റ്റ് ടൈം കിട്ടി, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഒക്കെ കിട്ടി. ഫോർത്ത് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർത്ത് ടൈം എന്ന് എഴുതുക. ഇപ്പോൾ ഫോർത്ത് ടൈമിൻ്റെ അവിടെ ഇക്വേഷൻ അനുസരിച്ച് എന്താ കിടക്കണം? A+3D. അതായത് A നമുക്കറിയാം എന്താണ്? √7 പ്ലസ് 3D. D എന്ന് പറഞ്ഞാലും എന്താണ്? √7. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 4. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 4. അതായത് ഇതെങ്ങനെ 4 കിട്ടും? ഇത് 1 √7, ഇത് 3 √7. ഒരു √7 കൂടെ കൂട്ടുന്നു, വേറൊരു 3 √7 കൂടി. അപ്പോൾ മൊത്തം എത്രയാണ്? 4. 1ഉം 3 കൂടി കൂട്ടി 4 √7 കിട്ടി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ 4 √7 നമുക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ റൂട്ട് ഓപ്ഷനിൽ ഈ ഓപ്ഷൻ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഏതിൻ്റെ ഒരു നമ്പർ, ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇതെല്ലാം 3 √7 എന്നൊക്കെ എന്തിൽ നിന്നാണ് കിട്ടിയത്? ഇതിൽ നിന്നല്ല കിട്ടിയത്. അപ്പോൾ നമുക്കിത് കൺവേർട്ട് ചെയ്ത് അടുത്ത ഇതിലോട്ട് ആക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? √7 ഇൻറ്റു ഏത് നമ്പറായിരിക്കും? √7 ഇൻറ്റു 4 2 ടൈംസ് എഴുതുമ്പോഴാണല്ലോ ഒരു 4 ആയിട്ട് പുറത്തെടുത്ത് എഴുതുന്നത്. അപ്പോൾ 7 ഇൻറ്റു 4 ഇൻറ്റു 4 മനസ്സിലായ? 7 ഇൻറ്റു 4 ഇൻറ്റു 4, അതായത് √4 ഇൻറ്റു 4 ആണ് 4. അപ്പോൾ ഈ 4ൻ്റെ പ്ലേസിൽ ഞാൻ എന്ത് ചെയ്തെന്നുള്ളൂ? ഈ 4ൻ്റെ പ്ലേസിൽ ഞാൻ 4 to 4 എന്ന് എഴുതി, റൂട്ടിൻ്റെ അകത്താക്കി എഴുതി, റൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഈ √7ൻ്റെ ഉള്ളിൽ ഒരുമിച്ച് എല്ലാം കൂടി എഴുതി. ഇത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഈ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് √4 ഇൻറ്റു 4 ആണ്. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ, ഈ 4ൻ്റെ പ്ലേസിൽ എനിക്ക് ഇങ്ങനെ എഴുതണം. അതായത് √7 ഇൻറ്റു √4 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഞാൻ രണ്ടും റൂട്ടിൻ്റെ അകത്താണ് 2 നമ്പേഴ്സും കിടക്കുന്നത്. ഞാൻ ഒറ്റ റൂട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ 3 നമ്പേഴ്സും കൂടി അങ്ങനെ എഴുതി. അതായത് നമുക്കിന്ന് മൾട്ടിപ്ലൈ ആണ്. 7 4s are 28, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ എളുപ്പത്തിൽ 4 4s are 16. 16 ഇൻറ്റു 7 നമുക്ക് കിട്ടും 112. അതായത് എന്ത് കിട്ടും? ഈ റൂട്ട് പോയിട്ടില്ല, റൂട്ട് അതുപോലെ ഉണ്ട്, √112. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഈ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡിയിലാണ് കിടക്കണം. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ sec² θ - 1 ഇൻറ്റു cosec² θ - 1 = ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ബൈഹാർട്ട് ചെയ്തൊരു ഇക്വേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ഈ sec² θയും 1ഉം ഒക്കെ ഉള്ളൊരു ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 + tan² θ = sec² θ എന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അതായത് ഈ റേഷ്യോസിൽ, ട്രിഗ്നോമെട്രി റേഷ്യോസിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ ചെയ്താൽ, അതായത് ഇതിൽ നിന്ന് നോക്കിയറിയാം ആ ഇക്വേഷനിൽ sec² ഉണ്ട് 1ഉം ഉണ്ട്. അപ്പോൾ ആ 1 sec² ഉള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ sec² - 1 ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ sec²ന് മൈനസൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ തന്നെ കിടക്കണതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ എഴുതണേ. sec² θ = 1 + tan² θ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതുന്നത്, നിങ്ങൾക്ക് മനസ്സിലാൻ. അതായത് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇതൊന്നും ഇവിടെയുള്ള കൊടുക്കണമെന്ന്. രണ്ടും ഈക്വൽ തന്നെ. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതിയെന്ന് മാത്രം. ഇത് ഇതിനോട് ഈക്വൽ, ഇത് ഇതിനോട് ഈക്വൽ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ്. അപ്പോൾ ഞാൻ ഇത് ഈ സൈഡിൽ ഇങ്ങനെ എഴുതിയെന്ന് മാത്രം, ഈ ഓർഡറിൽ കിട്ടാൻ. ഇനി ഇത് 1 ഇവിടെ കിടക്കണേ ആർച്ച് സൈഡിൽ. 1നെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ, ഈ LH സൈഡിലോട്ട് ചേഞ്ച് ചെയ്താൽ 1 എന്താവും? -1 ആവും. അപ്പോൾ sec² θയുടെ സൈഡിലോട്ട്
1നെ ചേഞ്ച് ചെയ്തപ്പോൾ -1. ഈ RHS സൈഡിൽ 1 ഇതും കൂടെ വന്നപ്പോൾ -1 ആയി. ഇനി ഇവിടെ ഇവിടെ ഈ ടാൻ സ്ക്വയർ തീറ്റ മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ, ഈ ഈക്വൽ ടു ഈ സൈഡിൽ ടാൻ സ്ക്വയർ തീറ്റ, അത് അതുപോലെ തന്നെ എഴുതി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ പ്ലേസിൽ എന്ത് കിട്ടി? ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടിയത്? C² തീറ്റ -1 എന്നുള്ളത് എന്ത് കിട്ടി? ടാൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഇനി അടുത്തത് cos² തീറ്റ -1. അപ്പോൾ cos²ഉം 1ഉം ഉള്ള ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ട്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യുക. അതായത് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച്, അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യുക. ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ടതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി പഠിക്കുമ്പോൾ തന്നെ എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേജ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണെന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ cos² തീറ്റ +1 ഈക്വൽ ടു cos² തീറ്റ. അപ്പോൾ അതായത് 1ഉം cos² ഉള്ള ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അതിതാണ് ഉണ്ടാ, ഇത് ഒരെണ്ണം മാത്രം ഇല്ലാത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഏത് ആൻസറിലോട്ട് വേണം. അത് നെഗറ്റീവാണ് പോസിറ്റീവാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ഇതിപ്പോൾ ബോക്സിലാക്കി എഴുതി വെക്കണം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതിൽ നമുക്ക് കിട്ടേണ്ടത് ക്വസ്റ്റ്യൻ അനുസരിച്ച് cos² -1. അപ്പോൾ cos² ഇവിടെ അങ്ങനെ തന്നെ കിടക്കണേണ്, പോസിറ്റീവായിട്ട് തന്നെ കിടക്കണേണ്. നമുക്ക് -1. അപ്പോൾ cos² തീറ്റ അതുപോലെ തന്നെ കിടക്കട്ടെ. അപ്പോൾ ഞാനിത് cos² തീറ്റ ഈക്വൽ ടു 1 അല്ലെങ്കിൽ cot² തീറ്റ +1 എന്ന് എഴുതാം, കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ. അതുപോലെ തന്നെ എഴുതാം. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന cos² തീറ്റ -1 എന്നാണ്. അപ്പോൾ ഈ cos²ൻ്റെ സൈഡിലോട്ട് ഈ 1 കൊണ്ടുവരണം, അതായത് ഈ സൈഡിലോട്ട് 1 കൊണ്ടുവരണം. അപ്പോൾ cos² തീറ്റ ഓൾറെഡി ഈക്വൽ ടുൻ്റെ LHS സൈഡിലുണ്ട്. സൈഡിലോട്ട് +1 കൊണ്ടുവരുമ്പോൾ -1 ആയി, ഈക്വൽ ടു cot² തീറ്റ. അപ്പോൾ ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഇവിടെ ഇനി cot² മാത്രമേ ഉള്ളൂ. cot² തീറ്റ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? cos² തീറ്റ -1ൻ്റെ അടുത്ത് എന്ത് കിട്ടി? cot² തീറ്റ. അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് അവിടെ ഇത് ആണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത്. അതായത് ഈ cos² തീറ്റ -1ൻ്റെ അടുത്ത് tan² തീറ്റ. ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റു ആണ് സൈൻ, ഇൻറ്റു ഇതിൻ്റെ പ്ലേസിൽ നമുക്ക് ഇനി cot² തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ cot² തീറ്റ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് cot തീറ്റ ഈക്വൽ ടു 1/tan തീറ്റയാണ്. അതായത് ടാൻ തീറ്റ cot തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ടാൻ തീറ്റയുടെ ഇൻവേഴ്സ് 1/tan തീറ്റ. അപ്പോൾ cot² തീറ്റ ആണെങ്കിൽ ഒരു വ്യത്യാസമില്ല, 1/tanൻ്റെ അടുത്ത് അവിടെ tan² എന്നാവുന്നു മാത്രം. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ ഇതതുപോലെ തന്നെ ഞാൻ എഴുതി tan² തീറ്റ ഇൻറ്റു ഈ cot² തീറ്റയ്ക്ക് വരെ ഞാൻ ഈ വാല്യൂ എഴുതി. ഇതിന് പകരം ഈ tan² തീറ്റ എഴുതി. അപ്പോൾ 1/tan² തീറ്റ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ആകുമ്പോൾ ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, രണ്ടും മുകളിലും താഴെ. ഇത് മുകളിലാണ് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? ഈക്വൽ ടു 1. ഈ 1 മാത്രമേ ഉള്ളൂ. ക്യാൻസൽ ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതെല്ലാം പോയി, ഇവിടെ ആകെ ഒരു 1 മാത്രമേ ഉള്ളൂ. ഫൈനൽ ആൻസർ 1 ആണ്. അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 1 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഓപ്ഷൻ നോക്കട്ടെ, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 dice ആർ ത്രോൺ. 2 ഡൈസ് നമ്മൾ ഇതൊക്കെ കളിക്കുമ്പോൾ, പാമ്പും കുണിയൊക്കെ കളിക്കുമ്പോൾ ഇടുന്ന ആ ഡൈസില്ലേ, ആ ഡൈസ് 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ഡൈസ് ഒരുമിച്ച് ത്രോൺ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ 1 വരാം, ഒരെണ്ണത്തിൽ 5 വരാം, അടുത്ത ഡേയിൽ 5 വരാം, പിന്നെ ഒരു ഡേയിൽ വേണമെങ്കിൽ 2 വരാം, പിന്നെ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ഒരു ഡേയിൽ 2 വരാം, പിന്നെ ഒരു ഡേയിൽ 6 ആവും അല്ലെങ്കിൽ വരാം. അപ്പോൾ 6 വരെ വരുള്ളൂ നമ്പേഴ്സ് രണ്ടിലും. അപ്പോൾ അതനുസരിച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡിഫറൻസ് ഓഫ് നമ്പേഴ്സ് ഓൺ ദെയർ അപ്പർ ഫേസ്, അതായത് അപ്പർ ഫേസിൽ രണ്ടിൻ്റെയും കൂടി നമ്പറിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 3 വരണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2ൻ്റെ കൂടി ഡിഫറൻസ് വരുമ്പോൾ 3 വരുന്നത്, ഇപ്പോൾ 2 ആദ്യത്തേൽ 2 വരുന്നു, രണ്ടാമത്തേൽ ഡേയിൽ 5 വന്നു കിട്ടപ്പോൾ. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 3 വരും. അപ്പോൾ അങ്ങനെ വരുന്ന അതിൻ്റെ പ്രോബബിലിറ്റി അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ചെയ്തുക, വെൻ 2 dice ആർ ത്രോൺ, 2 ഡൈസ് ത്രോൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസ്, ഉണ്ടാവുന്ന സാമ്പിളുകൾ, അതായത് തന്നെ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഉണ്ടാവുന്ന പ്രോബബിലിറ്റി എന്തൊക്കെയാണ് ഉണ്ടാവുന്ന, അതിന് എസ് എന്ന് വിളിക്കുക. എസ് ഈക്വൽ ടു ആദ്യത്തെ ഡേയിൽ 1 ഉണ്ടാവാം, രണ്ടാമത്തെ ഡേയിൽ 1 തന്നെ വന്നെന്ന് വിചാരിക്കുക. അപ്പം മാക്സിമം ഉണ്ടാവുന്ന പ്രോബബിലിറ്റീസാണ് എഴുതുന്നത്, അതിനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പ്രോബബിലിറ്റീസൊക്കെ മാക്സിമം വരാം എന്നുള്ള ആണ് ഇതിനാണ് വിളിക്കുന്നത് സാമ്പിൾ സ്പേസ്. അപ്പോൾ ആദ്യത്തെ ഡേയിൽ 1, രണ്ടാമത്തെ ഡേയിൽ 1 എന്ന് വരാം. ഓരോ ഓർഡറിൽ തന്നെ എഴുതാം.
അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഒരു ഓർഡറിൽ എല്ലാ സ്പേസും എഴുതണമെങ്കിൽ ആ ഒരു ഓർഡറിൽ എഴുതിപ്പോയാൽ എല്ലാ സ്പേസും നമുക്ക് എഴുതാം. അപ്പോൾ ഈ ആദ്യം എല്ലാം 1 എന്ന് എഴുതി പോവാം. രണ്ടാമത്തേതൊക്കെ ചേഞ്ച് ചെയ്ത് പോവാം. രണ്ടാമത്തെ ഡൈയിൽ 2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നെ ആദ്യത്തേൽ 1 തന്നെ, രണ്ടാമത്തെ ഡൈയിൽ 3. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 1 2 3 അങ്ങനെ എത്ര വരെ വരാം? 6 വരെ. അപ്പോൾ ആദ്യത്തെ ഡൈയിലെല്ലാം 1 തന്നെ, ബാക്കി എല്ലാത്തിലും ചേഞ്ച് ചെയ്ത് 1 4 1 5 അടുത്തത് 1 6 വരെ. അപ്പോൾ ഇങ്ങനെ 6 വരെ വരാം. ഇത്രയും വരാനുള്ള ചാൻസ് ഉള്ളൂ. ഡൈസിലാകെ 6 നമ്പേഴ്സ് വരെ ഉള്ളൂ. ഓരോ ഇതിലും ഓരോ നമ്പർ വെച്ചല്ലേ വരുന്നത്. ഇനി അടുത്തത് ഇത് 1 ചേഞ്ചായി. ഇനി അടുത്തതിൽ ബ്രാക്കറ്റ് ഈ ക്ലോസ് ആയിട്ടില്ല. ഇനി അടുത്ത് 2 ഇത് മാത്രം ഇനി 1 വരെ എല്ലായിടത്തും എന്താവും? 2 ആവും. ഇതതുപോലെ തന്നെ 1 2 3 4 5 6 വരെ. അപ്പോൾ 1 2 2 അടുത്തത് 2 3 2 4 2 5 2 6. അപ്പം ഇതെല്ലാം 1 2 3 4 5 6 ഇതെല്ലാം അങ്ങനെ ഓർഡറിൽ പോകുന്നു. ഈ 1 എല്ലാം മാറി ഈ ഫസ്റ്റിൽ 1 കാണുന്നിടത്തേക്ക് 2. അങ്ങനെ അടുത്തത് 3 1 3 2 അടുത്തത് 3 തന്നെ ആയിരിക്കില്ല അടുത്ത ഫ്രണ്ടിൽ 3 3 3 4 3 5 3 6. അടുത്തത് 4 1 അടുത്തത് ആദ്യത്തെ നമ്പറുകൾ 3 എല്ലാം മാറി 4 ആവും. 4 2 4 3 4 4 4 5 4 6. ടോട്ടൽ ഇത്രയും വരും. 6 വരെ വരും. 6 1 6 2 6 3 6 4 6 5 6 6. ഇവിടെ 6 6 ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ ഡിഫറൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കുമ്പോൾ 1 - 1 0 2 - 1 1 3 - 1 2 4 - 1 എത്ര കിട്ടും? 3. അപ്പോൾ ഇതിൽ ഇതാണ് ഓപ്ഷൻ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഓക്കെ 5 എന്ന് 1 കുറച്ചാൽ 4 6 എന്ന് 1 കുറച്ചാൽ 5. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 6 നിന്ന് ഒരെണ്ണം വെച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആകെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഇവിടെ 6 റോസ് ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 കോളംസ്. അപ്പോൾ 6 6 ടോട്ടൽ എത്ര കിട്ടും? 36 ഉണ്ട്. സാമ്പിൾ സ്പേസിൽ NS നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്ര കിട്ടും? 36 കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ് ആ ഡിഫറൻസിൽ വരുന്നത്? ഇപ്പോൾ സെക്കൻഡ് എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ, ഇതിലേതാണ് ഡിഫറൻസ് 3 വരുന്നത് നോക്കിയേ. 2ഉം 5ഉം നോക്കൂ. 5ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3, 4ൽ നിന്ന് 2 കുറച്ച് 2 വരുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഇത്ര നമ്പറിൽ ഇതൊരെണ്ണം ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നോക്കൂ. ഇല്ലേ ഇത് വരും 3ഉം 6ഉം കൂടി വേണ്ട. അതായത് ഇവിടെ നിന്ന് അടുത്ത ഈ സ്റ്റേജിലോട്ട് പോയി, ഇവിടെ നിന്ന് അടുത്തതിലോട്ട് പോയി. ഇനി ഇവിടെയോ ഈ ഇതിൽ വരുമ്പോൾ ഏതാണ് നോക്കൂ. ഇവിടെ നമുക്ക് കിട്ടി 4ഉം 1. അപ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞു. ഇതിലായ 1 4 ആണെങ്കിൽ എൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരെണ്ണം കിട്ടി. ഇനി അത് വേറെ ഒന്നും എടുത്തിട്ട് കാര്യമില്ല, അതിലൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേതായിരിക്കും 2 5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കിട്ടണേ? 5 2. ഇനി അടുത്തത് 3 6. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 6 3. ഓക്കെ. അപ്പോൾ നമുക്ക് NS 36 കിട്ടി. അപ്പോൾ എന് നമുക്ക് ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് ഒരു എന്ന് വിളിക്കാം നമുക്ക് കിട്ടാനുള്ള ആൻസറിനാണ്. അത് നമുക്ക് ക്വസ്റ്റിൽ തന്നതനുസരിച്ചിട്ട് അതിന് ഒരു ഇവൻ്റ് ഓഫ് ഗെറ്റിംഗ് നമ്പേഴ്സ് അതിൻ്റെ ഡിഫറൻസ് ഡിഫറൻസ് 3 ആണെന്ന് പറഞ്ഞ് കിട്ടണം. അതിനെ നമ്മൾ എന്ന് വിളിച്ച്. ഇനി അത് അനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഏതൊക്കെ കിട്ടി? ഇപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസിൽ നിന്ന് സെലക്ട് ചെയ്ത വാല്യൂസൊക്കെ, അതായത് 1 4 2 5 3 6 4 1 5 2 6 3 ഇതൊക്കെ നമ്മൾക്ക് ആയിട്ട് കിട്ടി. അതായത് അതെല്ലാം ഒന്നും കൂടി എഴുതാം. 1 4 2 5 3 6 4 1 5 2 6 1 ഇതെല്ലാം എഴുതി. ഇതിൻ്റെ എണ്ണം കിട്ടണതിന് എണ്ണം therefore നമ്പർ ഓഫ് എത്ര എണ്ണം ഉണ്ട്? 1 2 ഇതൊരെണ്ണം 1 2 3 4 5 6. ഇത് എത്ര കിട്ടി? 6. അതുകൊണ്ട് അതിൽ ആൻസർ നമുക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ്. അതായത് ടോട്ടല് 36 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതിൽ നിന്ന് ഇത് ഡിഫറൻസ് എത്ര കിട്ടണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി എപ്പോഴും ടോട്ടലിൽ നിന്ന് ഇത് വരാനുള്ള ചാൻസ് എത്രയാണെന്ന്, അതായത് ഡിഫറൻസ് 3 വരാനുള്ള ചാൻസ് എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ പ്രോബബിലിറ്റി ആവുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി റിക്വേർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടല് താഴെ വരും. അതായത് നമുക്ക് കിട്ടേണ്ട ഡിഫറൻസ് ടോട്ടൽ എത്ര എണ്ണം വരും, അങ്ങനെ കിട്ടുന്ന ഡിഫറൻസ് 3 വരുന്ന എത്ര എണ്ണം വരും,
ടോട്ടൽ എത്ര സാമ്പിൾ സ്പേസ് ഉണ്ടാവും അതാണ് താഴെ എഴുതുന്നത്. അതായത് ഔട്ട് ഓഫ് 36 സാമ്പിൾ സ്പേസിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് വരാനുള്ള ചാൻസ് അങ്ങനെയാണ് കണ്ടുപിടിക്കുമ്പോഴാണ് അതിൻ്റെ പ്രോബബിലിറ്റി വരാനുള്ള ചാൻസ്. ഇപ്പോൾ നമ്മൾ ഇനി എത്ര എണ്ണം വരാനുള്ള ചാൻസ് 6. അതായത് 6ൻ്റെ ടേബിൾ 6 1 ടൈം പോവും. നമുക്കറിയാം 6 6 ആർ 36 ആണ്. അപ്പോൾ ഒരു 6 കൂടി ക്യാൻസലായി. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 1/6. അപ്പോൾ അതിന് ആൻസർ വരും 1/6. ഇതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യനിൽ എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു കാർഡ് ഡ്രോൺ ചെയ്യാനാണ് എടുക്കുന്നതാണ് ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക്. നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ടുള്ള ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ ഒരു കാർഡ് എടുക്കുന്നത്. ആ കാർഡ്സിൽ ടോട്ടലി 52 കാർഡ്സ് ഉണ്ട്. ടോട്ടൽ അപ്പോൾ എത്ര കിട്ടും? 52. നമ്പർ ഓഫ് വരാനുള്ള ചാൻസസ് എത്രയാണ്? ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് വരാനുള്ള പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഓരോ കാർഡിൽ ഓരോ പ്രാവശ്യം എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും വരാനുള്ള ചാൻസ് 52 ആണ്. 52 എണ്ണമുണ്ട്, 52 ചാൻസസും ഉണ്ട്. ഇതാണ് ടോട്ടൽ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഡ്രോൺ ഈസ് നോട്ട് ആൻ എയ്സ്. അപ്പോൾ കാർഡ് എടുക്കുമ്പോൾ എയ്സ് അല്ലാതെ വരാനുള്ള ചാൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എയ്സ് വരാനുള്ള ചാൻസാണ് നോക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് എയ്സ് വരാതെ ഉള്ള ചാൻസ് പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം എയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 സിമ്പലിലും എയ്സ് ഉണ്ട്. എയ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ആ ലെറ്റർ എഴുതിയിരിക്കുന്ന ആ കാർഡാണ് എയ്സ്. അത് 4 സിമ്പിൾസിലും ഉണ്ട്. അപ്പോൾ ഒരു 52 കാർഡ്സിൽ മൊത്തം നമ്പർ ഓഫ് എയ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എയ്സ് എന്ന് പറഞ്ഞാൽ എത്രണ്ണം വരും? 4 എണ്ണം വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ എയ്സ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് എഴുതേണ്ട എന്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോഴും ഒരു സാധനത്തിന് പ്രോബബിലിറ്റി അത് ടോട്ടൽ താഴെ എഴുതുക. എത്ര എണ്ണം മൊത്തം കാർഡ്സ് ഉണ്ട്? അത് 52 കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എയ്സ് കിട്ടാനുള്ളത് എത്ര എണ്ണമാണ്? എത്ര എയ്സ് കാർഡ്സ് ഉണ്ട് ഈ 52 കാർഡ്സിൽ? 4 എണ്ണം. അത് മുകളിൽ എഴുതുക. ഓക്കെ. ഇനി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4/52 എന്ന് പറഞ്ഞാൽ 4 × 13 ആണ് 52. അപ്പോൾ 4 നമുക്ക് 4 തന്നെ എഴുതാം. 52ൻ്റെ പ്ലേസിൽ 4 × 13. അപ്പോൾ 4 × 13 ആണ് 52. അപ്പോൾ ഈ 4 ക്യാൻസലായി. അപ്പോൾ ആൻസർ എന്ത് വരും? ഇവിടെ മുകളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ 0 എന്നല്ല 1 താഴെ ബാലൻസ് ഉള്ളത് 13. അപ്പോൾ 1/13 ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻഡ് എയ്സ് കിട്ടാനുള്ള ചാൻസ് 1/13. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇതെല്ലാം എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എല്ലാം കണ്ടുപിടിക്കേണ്ടത് ഗെറ്റിംഗ് നോട്ട് ആൻ എയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ എയ്സ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ എയ്സ് അതിനെ ഈ ഡാഷ് എന്ന് വിളിച്ചു = 1 ആണ്. രണ്ടിൻ്റെയും കൂടി കിട്ടാനുള്ള ചാൻസ് 1. അപ്പോൾ നമുക്ക് ഇത് നോട്ട് ഗെറ്റിംഗ് ആൻ എയ്സ് ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ P(E) ഇതിനെ ഈ LHS സൈഡിൽ നിന്ന് ഈ 1ൻ്റെ കണ്ണ് കിടക്കുന്ന ഈ RHS സൈഡിലോട്ട് കൊണ്ടുപോകണം. =ൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. 1ൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കും. 1 - P(E) എങ്ങനെ മൈനസ് കിട്ടി? ഇത് ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കണം P(E) എന്ന് പറഞ്ഞാൽ ഇതും കൂടെ വന്നപ്പോൾ -1 - P(E). നമുക്കിത് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിച്ചേക്കണം? P(E) ആണ് കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ എയ്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചേക്കണം E എന്ന് വിളിച്ചു. അതിനെ P(E) എന്ന് വിളിച്ചു. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് 1/13 ആണ്. അപ്പോൾ അതിൻ്റെ സ്ഥലത്ത് 1/13 എഴുതാം. ഇനി നമുക്ക് ഇത് ഒന്നും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം? ഈ 13 ആക്കണം. അപ്പോൾ നമുക്കിവിടെ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് 1/1. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഈ 1 × 13 എത്രയാണ്? 1 × 13 is 13. അപ്പോൾ ഈ 1 × 13 ആൻസർ ഇവിടെ എഴുതി. ഇനി 1 × 1. അപ്പോൾ 1 × 1 is 1 / ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു ഡിനോമിനേറ്റർ എന്ത് വന്നു? ഈ 13 വന്നു. അപ്പോൾ എന്തായി ആൻസർ? 13 - 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 12 താഴെ എന്തുണ്ട്? 13. അപ്പോൾ ആൻസർ കിട്ടി. എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് ആൻ എയ്സ്. പ്രോബബിലിറ്റി എയ്സ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 13ൽ 12 ചാൻസസ് ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് 12/13 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതാണ് ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം നമുക്ക് ഒന്നും കൂടി എഴുതാം. ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈക്വൽ ടു 0. ഇതാദ്യം ഒന്നും കൂടി എഴുതി. ഇനി ഇതെന്ന് പറഞ്ഞാൽ നടുക്ക് കാണുന്ന എക്സിൻ്റെ ഈ കാണുന്ന കോഎഫിഷ്യൻ്റ് ഇതെന്ന് പറഞ്ഞാൽ സം, അതായത് സം എന്ന് പറഞ്ഞാൽ 3. ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന റൂട്ട്സ് ഈ കാണുന്ന എക്സിൻ്റെ കൂടെ എന്ത് നമ്പറുണ്ടോ അതായിരിക്കും സം. ഇനി പ്രൊഡക്റ്റ് ഈക്വൽ ടു ഇവിടെ ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ മീനിങ് കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു -10. പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 ഇൻറ്റു -10. ആൻസർ എന്ത് വരും? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, 1 ഇൻറ്റു 10, 10. ഓക്കെ, അപ്പോൾ സം 3 എന്ന് കിട്ടണം, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -10 എന്ന് കിട്ടണം. അതായത് രണ്ട് നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സ് കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടണം, അല്ലെങ്കിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -10 എന്ന് കിട്ടണം. ഫോർ എക്സാമ്പിൾ 5ഉം 2 കൊടുക്കുക. നമുക്ക് 5ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടും. 5ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ ഇവിടെ സൈൻ 3ൻ്റെ ഇവിടെ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇപ്പോൾ 3 +3 എന്ന് തന്നെയാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വലുതിൻ്റെ സൈൻ പ്ലസ് ആയിരിക്കണം. ഈ രണ്ട് നമ്പറും കൂടി തമ്മിൽ മൈനസ് ചെയ്യണമെങ്കിൽ ഇതെന്താവണം? ഇതിൻ്റെ ഇടയ്ക്ക് സം ചെയ്ത് അത് ചെയ്യണമെങ്കിൽ തന്നെ ഇതിന് ഡിഫറൻറ്റ് സൈൻ വരണം. അപ്പോൾ ഈ 5ൽ നിന്ന് 2 കുറയ്ക്കണമെങ്കിൽ 2ൻ്റെ സൈൻ ഡിഫറൻ്റ് ആയിരിക്കണം. ഡിഫറൻറ്റ് സൈനുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതായത് 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. വലുതിൻ്റെ സൈൻ എന്താണ്? ഇപ്പോൾ വലുതിൻ്റെ സൈൻ പ്ലസ് ആണ്, അപ്പോൾ +3. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് സം ചെയ്തപ്പോൾ എന്ത് കിട്ടി? ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5ഉം -2. 5ഉം -2 എടുത്തിട്ട് സം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ഇത് പ്ലസ് ഇട്ടാലും ഇത് മൈനസ് ചെയ്യണം? രണ്ട് നമ്പേഴ്സിൻ്റെ സൈൻ ഡിഫറെൻറ്റ്. ഈ നമ്പറിൻ്റെ സൈൻ പ്ലസ്സും ഈ 2ൻ്റെ സൈൻ മൈനസും ആയപ്പോൾ ഡിഫറൻറ്റ് സൈനായി. ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ 5ൽ നിന്ന് 2 കുറയ്ക്കാം. അങ്ങനെയാണ് ഈ 3 കിട്ടുന്നത്. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ എപ്പോഴും ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഡിഫറൻസ് സൈൻ ആകുമ്പോൾ രണ്ട് സം ചെയ്യണ നമ്പറിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്ലസ് ആണെങ്കിൽ പോലും രണ്ട് നമ്പറിൻ്റെ സൈൻ ഡിഫറൻ്റ് ആകുമ്പോൾ അതിനെന്ത് വരും? രണ്ട് നമ്പറും കൂടി സബ്സ്ട്രാക്ട് ചെയ്യും, അത് കുറയ്ക്കും. ഇനി ഈ 5ഉം -2 എന്നുള്ളത് തന്നെ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സം ചെയ്തപ്പോൾ 3 കിട്ടി, കണ്ട. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ. ഇതാണ് പ്രൊഡക്റ്റ്. ഇനി മൾട്ടിപ്ലൈ എന്ന് പറയും. 5 ഇൻറ്റു -2. ഈ 5ഉം -2 കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് പോസിറ്റീവാണ്. 5 എന്ന് പറഞ്ഞാൽ മീനിങ് പോസിറ്റീവ് നെഗറ്റീവ് 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ പ്രൊഡക്റ്റ് എന്ത് കിട്ടി? മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഈ -10 എന്ന് കിട്ടി. അപ്പോൾ സം ചെയ്തപ്പോൾ രണ്ട് നമ്പർ തമ്മിൽ സം ചെയ്തപ്പോൾ 3 എന്നും കിട്ടി, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? -10 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സുമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1x സ്ക്വയർ തന്നെ എഴുതാം, അല്ലെങ്കിൽ x സ്ക്വയർ എന്ന് എഴുതിയാലും മതി. പ്ലസ് ഈ 3xനെ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ പകരം ഞാൻ എന്ത് ചെയ്താൽ പോകണം? 5x എന്നും ഒരെണ്ണം -2x എന്നും. മനസ്സിലായോ? അതായത് എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതുക. ഈ 3xന് വരെ ഇപ്പോൾ ഞാൻ എഴുതിയേക്കണം ഈ 5ഉം -2 എന്നുള്ള സ്ഥലത്ത് 5ൻ്റെ കൂടെ 5 പ്ലസ് ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ +5x എന്നും 2 മൈനസ് ആയിട്ട് എടുക്കണതാണ്. അപ്പോൾ -2 അതിൻ്റെ കൂടെ x എഴുതും. ഇതിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് 3xനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആക്കിയെടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇനി 5x - 2x. ഇനി ഇവിടെ ബാലൻസ് എന്താ ഉള്ളത്? -10. അപ്പോൾ -10 ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ടേംസ് എടുക്കുമ്പോൾ x രണ്ടിലും കോമൺ ആണ്. ഇവിടെ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x ഇൻറ്റു എക്സ്. അപ്പോൾ x സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ അതിൽ ഞാൻ x പുറത്തോട്ട് എടുത്ത് രണ്ട് ടേംസ് കൊടുത്തിട്ട് അതിൽ x കോമൺ ആണ്, x ബ്രാക്കറ്റിനെ പുറത്തെടുത്ത്. ഇനി ഈ 2xൽ ഈ ഇവിടെ എന്ത് മാത്രം? ഒരു x മാത്രമേ ഉണ്ടാവുള്ളൂ. ആ x എഴുതി, ഈ പ്ലസ് എഴുതി. ഈ 5xൽ x ഞാൻ പുറത്തെടുത്തല്ലോ. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രം. അപ്പോൾ 5 എഴുതി. അപ്പോൾ ഈ രണ്ട് ടേംസ് കഴിഞ്ഞ്. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് കോമൺ ആണ്. അപ്പോൾ മൈനസ് ഞാൻ എടുത്ത്. ഇനി എന്ന് പറഞ്ഞാൽ 2x. ഇതെന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 ആണ് 10. അപ്പോൾ രണ്ടിലും മൈനസും കോമൺ ആണ്. അപ്പോൾ മൈനസ് പുറത്തെടുത്ത് രണ്ട് ടേംസിൽ എന്തും കൂടി കോമൺ ഉണ്ട്? ഈ 10ന് വരെ 5 ഇൻറ്റു 2 എന്ന് ഇത് 2ഉം കോമൺ ഇല്ലേ? അപ്പോൾ 2 കൊടുത്ത്. ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്തൊക്കെ എഴുതണം? മൈനസ് പുറത്തെടുത്തല്ലോ. അപ്പോൾ ഇതെന്തായി? മൈനസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ എക്സ് മാത്രം എഴുതിയത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ -2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2x. -2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ -2x വരും. മനസ്സിലായോ? ഇനിയിപ്പോൾ നെഗറ്റീവ് പുറത്തെടുത്തുള്ളതുകൊണ്ട് ഇനി ഇവിടെ നെഗറ്റീവ് എന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുമ്പോൾ എന്തായി? പോസിറ്റീവായി.
ഇനി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 2 പുറത്തെടുത്തല്ലോ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 5. മൈനസൊക്കെ ഇവിടെ പുറത്തെടുത്തു. =0. ഈ =0 എഴുതി. ഇനി വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് തന്നെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടാകും നോക്കാം. x × x x², x × 5 5x അല്ലേ, +5x കിട്ടി. ഇനി -2 × x -2 × x -2x കിട്ടി. -2 × 5 എത്ര കിട്ടി? +2 2 × 5 10. ഈ -10 കിട്ടി. അപ്പോൾ ഇതിങ്ങനെ കിട്ടി. നോക്കി, ഈ 2 ബ്രാക്കറ്റ് ഇതിൽ കോമൺ ആണ്. x + 5 x + 5. ഞാൻ ആ കോമൺ ആയിട്ടുള്ള x + 5 പുറത്തോട്ടെടുത്ത്. ഇനി ബാലൻസ് വരുന്നത് എന്താണ്? എക്സും ഈ -2. ഈ -2 ആണ് കോമൺ ആണ്. അപ്പോൾ അടുത്ത ബ്രാക്കറ്റിൽ ഞാൻ ഈ x എഴുതും, ഈ -2 എഴുതും, =0. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെ 2 ബ്രാക്കറ്റുകൾ =0 ആയി. അതിൻ്റെ അർത്ഥം ഈ ആദ്യത്തെ ബ്രാക്കറ്റ് x + 5 =0 ഓർ അല്ലെങ്കിൽ x - 2 =0. ഇതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x + 5 =0 എന്ന് പറഞ്ഞാൽ x മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ 0ൻ്റെ സൈഡിലോട്ട് ഈ 5 + 5 -5 ആയി. അപ്പോൾ എന്ത് കിട്ടും? x = -5. 0ൽ നിന്ന് -5 കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ 0 ഒന്നുമില്ല. അപ്പോൾ ആ -5 തന്നെ. ഇനി ഇവിടെ x - 2 =0. അതായത് ഈക്വലിൻ്റെ സൈഡിലോട്ട് ഞാൻ -2നെ കൊണ്ടുപോയി. അപ്പോൾ ഇത് +2 ആയി. അപ്പോൾ 0 + 2 എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടുന്നില്ല, 0 എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടുന്നില്ല. അപ്പോൾ ആൻസർ x = 2. അപ്പോൾ ഈ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ തന്നെ ഏതൊക്കെ കിട്ടും? 2ഉം -5. അപ്പോൾ ഇതൊക്കെയാണ് ഇത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 2ഉം -5 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ആൽഫയും ബീറ്റയാണ് ഈ പോളിനോമിയൽ, ഏതാണ് പോളിനോമിയൽ? x² - 1 എന്ന് പറഞ്ഞാൽ പോളിനോമിയലിൻ്റെ സീറോസ് ആണെങ്കിൽ ദെൻ ആൽഫ പ്ലസ് ബീറ്റ, ആ സീറോസ് ഓഫ് ദ പോളിനോമിയൽ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ നമുക്ക് ആദ്യം എഴുതേണ്ടത് സം ഓഫ് സീറോസ്. ഒരു ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ, സം ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സീറോസ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? ax² ഇതണ്ട ⁻2 + bx + c എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. x² + bx + c എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സം ഓഫ് 0 കാണാനുള്ള ഇക്വേഷനാണ് -b/a. ഈ b എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ b ആണത്. a എന്ന് പറഞ്ഞാൽ എയും. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് x² - 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം ഓഫ് 0 കണ്ടുപിടിക്കാൻ വേണം. സം ഓഫ് സീറോസ് ഓഫ് x² - 1. ഓക്കെ, ഇതിൽ നമ്മൾ x² ടേം മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ ടേമില്ല. ഇതുപോലെ എക്സിൻ്റെ ഒരു ടേം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫോമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക. ആദ്യം x² എഴുതി വേണ്ട, ഈ x² എന്നുള്ള സ്ഥലത്ത് a ഇവിടെ എന്തായി കിടക്കണേ? x² എന്ന് പറഞ്ഞാൽ a ഇവിടെ 1 ആണ്. ഓക്കെ, അപ്പോൾ a = 1 ആണ്. ഇനി ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ടേം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 0 × x എന്ത് കിട്ടും? 0 × x എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെ. ഒരു x² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ അതിനൊന്നും ബാധിക്കാൻ പോണില്ല, x² തന്നെ വരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ 0 × x എന്നായിട്ട് ഡിനോട്ട് ചെയ്ത് എഴുതി, ഒരു വ്യത്യാസമില്ല. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതുപോലെ തന്നെ x² - 1 തന്നെ. ഇനി -1 അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് അറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലായി. ഇനി അതിൻ്റെ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ -b/a ആണ്. ഇവിടെ b ഉണ്ടോ? ഇവിടെ b എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ കിടക്കുന്ന കോയിഫിഷ്യൻ്റാണ് b. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെ കിടക്കുന്ന കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ ഈ മൈനസ് അതുപോലെ തന്നെ എഴുതിയിട്ട് ഈ ബീൻ്റെ സ്ഥലത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ b എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0/a. a എന്ന് പറഞ്ഞാൽ ഈ x² എന്ന് പറഞ്ഞാൽ ടേമിൻ്റെ കൂടെ കിടക്കുന്നത് നമ്പർ, അടുത്ത് കിടക്കുന്ന നമ്പറാണ് കോയിഫിഷ്യൻ. അതിനെ കോയിഫിഷ്യൻ്റ് എന്ന് പറയും. മനസ്സിലായ? x² കോയിഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 0ൻ്റെ കൂടെ എന്ത് ഡിവൈഡ് ചെയ്താൽ ആൻസർ 0 കിട്ടും. അപ്പോൾ therefore
സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമാണ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ടാണ് വിളിച്ചത് ആൽഫയും ബീറ്റ എന്നല്ല ക്വസ്റ്റ്യനിൽ ആൽഫയും ബീറ്റേനാണ് സീറോസ് എന്ന് പറഞ്ഞ് വിളിച്ചത് അപ്പോൾ അതിൻ്റെ സം ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് സീറോസ് എന്നാണ് രണ്ടിനെ സീറോസ് എന്ന് വിളിച്ചു ആ സീറോസിൻ്റെ സമ്മ് എന്താണെന്ന് കിട്ടി ഇപ്പോൾ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ടു സീറോ ദർഫോർ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു സീറോ അപ്പോൾ ഈ പ്രോബ്ലത്തിലെ ഓപ്ഷൻ സീറോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ആൽഫയും ബീറ്റയും ആണ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയലിലെ സീറോസ് ആൽഫയും ബീറ്റയാണ് തന്നിട്ടുണ്ട് ദെൻ 1 ആൽഫ പ്ലസ് 1 ബീറ്റ എത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ കോൺട്രാഡിക്വേഷൻ അതുപോലെ തന്നെ എഴുതാം അതായത് കോൺട്രാക്റ്റിൽ പോളിനോമിയൽ അതുപോലെ തന്നെ എഴുതാം 4x² - 3x - 7 ഈ പോളിനോമിയലിൻ്റെ ഇത് അതുപോലെ തന്നെ എഴുതി ഇനി ഇതിൻ്റെ നേരെ ഇതൊരു കോൺട്രാഡിക്വേഷൻ എന്നുള്ള ഫോമിൽ ax² + bx + c എന്നുള്ള രീതിയിൽ എഴുതാം ഇതിന് ഈക്വൽ ടു 0 എന്ന് എഴുതാം ഇതിന് ഈക്വൽ ടു 0 ഇങ്ങനെ ചെയ്തുമ്പോൾ എൻ്റെ സ്ഥലത്ത് എന്ത് വന്നു a = 4 b = ഇതാണ് a എൻ്റെ പ്ലേസിൽ ഇവിടെ x² അടുത്ത് കിടക്കുന്നത് 4 ആണ് കോഎഫിഷ്യൻറ്റ് 4 ആണ് x² ഇവിടെ കിടക്കുന്ന കോഎഫിഷ്യൻറ്റ് a ആണ് അപ്പോൾ എൻ്റെ പ്ലേസിൽ ഇവിടെ 4 അപ്പോൾ a = 4 ഇനി ബിൻ്റെ പകരം ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -3 ആണ് അപ്പോൾ b = -3 c = കോൺസ്റ്റൻ്റ് ആയി കിടക്കുന്ന നമ്പറാണ് c അപ്പോൾ c = -7 അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആൽഫയും ബീറ്റയും ആണ് റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ഫോർ ആൽഫ പ്ലസ് ബീറ്റൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പോണേണ് റൂട്ട്സിൻ്റെ അതായത് അതിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ അതായത് ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബി ആണ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² അതാണ് എന്താണ് ഇവിടെ കിടക്കുന്നത് a അപ്പോൾ ഈ മൈനസ് അതുപോലെ തന്നെ എഴുതാം കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ എഴുതുന്നത് കാണാനുള്ള ഇക്വേഷൻ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബി ആണ് ബി ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞാൽ a ആണ് എന്നുണ്ട് x² അടുത്ത് കിടക്കുന്നത് അടുത്ത് ഇതാണ് എനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞത് അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞത് -b/a എന്ന് ഇക്വേഷൻ അനുസരിച്ച് കിട്ടി ഇനി ആൽഫ ഇൻറ്റു ബീറ്റ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ അനുസരിച്ചിട്ട് കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലേതാണ് കോൺസ്റ്റൻറ്റ് അതായത് എക്സും x² വേരിയബിളൊന്നും ഇല്ലാത്ത നമ്പറാണ് കോൺസ്റ്റൻറ്റ് ടേം ഇതിൽ നോക്കിയേ ഇതിൽ കോൺസ്റ്റൻറ്റ് ടേം ഏതാ ഇത് x² ഇത് എക്സ് രണ്ടും അല്ല ഇത് ഈ വേരിയബിൾ രണ്ടും ഇല്ലാത്ത നമ്പർ ഏതാണ് 7 അതായത് വെറുതെ 7 എന്ന് പറയുന്നത് -7 ആണ് അതിൽ കോൺസ്റ്റൻറ്റ് അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് ഏതാണ് കോൺസ്റ്റൻറ്റ് ഈ x² രണ്ടും അല്ല ഈ x² x ഒന്നും ഇല്ലാത്ത വേരിയബിൾ ഇല്ലാത്ത കിടക്കുന്ന ഈ c ആണ് കോൺസ്റ്റൻറ്റ് അപ്പോൾ ഇതിൻ്റെ സ്ഥലത്ത് c എന്ന് എഴുതി ഇനി ഡിവൈഡ് ബൈ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കോഎഫിഷ്യൻ്റ് ഓഫ് x² തന്നെ അപ്പോൾ ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആണ് അപ്പോൾ ഇക്വേഷൻ അനുസരിച്ച് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/aയും ആൽഫ പ്ലസ് ബീറ്റ ആയിക്കോട്ടെ -c/aയും നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ അനുസരിച്ച് കണ്ടുപിടിക്കേണ്ട 1 ആൽഫ പ്ലസ് 1 ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് വാല്യൂസ് ചെയ്താൽ 1 ആൽഫ പ്ലസ് 1 ബീറ്റ ഈക്വൽ ടു നോക്കിയേ ഇത് തമ്മിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ നടക്കണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് 1 ഇൻറ്റു ആൽഫ അല്ല 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആൽഫ എന്ത് കിട്ടും ആൽഫ അപ്പോൾ താഴെ ഇന്ന് രണ്ടും കൂടി താഴെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കാം അപ്പോൾ നമുക്ക് മുകളിലത്തെ ഒരുമിച്ചും കൂടി എഴുതി വെക്കാനുള്ള ഇതാണ് വരുന്നത് ക്രോസ് മൾട്ടിപ്ലൈ അതായത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ 1 ഇൻറ്റു ബീറ്റ 1 ഇൻറ്റു ആൽഫ ഈ പ്ലസ് അതുപോലെ തന്നെ എഴുതി ഇനി ഈ ബീറ്റ പ്ലസ് ആൽഫ എന്ന് പറഞ്ഞാലും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സെയിം ആണ് അപ്പോൾ അതൊന്നും കൂടി റീറൈറ്റ് ചെയ്ത് ഇനി ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എന്തറിയാം ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ നമുക്ക് -b/a ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് -b/a എന്ന് പറഞ്ഞാൽ എന്താണ് ഓൾറെഡി മൈനസ് ഉണ്ട് ഈ മൈനസ് അതുപോലെ തന്നെ എഴുതി ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിവിടെ എഴുതി ബി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എക്സിൻ്റെ അടുത്ത് കിടക്കുന്ന കോഎഫിഷ്യൻ്റ് ഇതിനെയാണ് പറയണത് കോഎഫിഷ്യൻ്റ് എന്ന് അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -3 ആണ് അപ്പോൾ b -3 ആണ് അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ള മൈനസ് എഴുതി പിൻ്റെ വാല്യൂ -3 ഡിവൈഡ് ബൈ a എന്ന് പറഞ്ഞാൽ ഇവിടെ x² കോഎഫിഷ്യൻ്റ് ആണ്
അതായത് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ കിടക്കുന്ന 4 ആണ്. അപ്പോൾ ഈ 4 താഴെ എഴുതി ഈക്വൽ ടു നെഗറ്റീവ് ബ്രാക്കറ്റ് വന്ന അതിൻ്റെ മീനിങ് എന്താണ്? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈക്വൽ ടു പോസിറ്റീവ്. അതായത് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ്. അതായത് നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവും എന്താണ്? നെഗറ്റീവ്. ആകെ നെഗറ്റീവ് നെഗറ്റീവ് ഒന്നുകൂടി കാണിക്കുക. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആയി. അപ്പോൾ 3 ആയി. പോസിറ്റീവ് 3, അതായത് 3/4. ഇനി C/A കണ്ടുപിടിക്കുക. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ സി എന്ന് പറഞ്ഞാൽ കിടക്കുന്ന നമ്പർ എന്താണ്? ഈ 7 എന്ന് മാത്രമല്ല -7 കൂടി കിടക്കണം. അപ്പോൾ -7/A. എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ -7/4 എന്ന് കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ 3/4 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ പ്ലസ് ബീറ്റയുടെ സ്ഥലത്ത് 3/4 ഇവിടെ എഴുതാം. 3/4 ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എഴുതിയെന്ന് മാത്രം 3/4 ഡിവൈഡ് ബൈ ഈ ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ഇൻറ്റു ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? -7/4. അപ്പോൾ ഇവിടെ -7/4. ഇനി ഇത് ഡിവൈഡ് ആയിട്ട് കിടക്കണതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എഴുതി. ഈ ഇതിനെ പകരം ഞാൻ ഇങ്ങനെ ഡിവൈഡ് എന്ന് എഴുതി. -7/4 ഇങ്ങനെ എഴുതി. എളുപ്പത്തിൽ തെറ്റാതെ കാൽക്കുലേഷനിൽ കണ്ടുപിടിക്കാൻ. അതായത് 3/4 ഈ ഡിവൈഡ് മാറ്റി ഞാൻ ഇൻറ്റു ആക്കി. ഈ ഡിവൈഡ് മാറ്റി ഞാൻ ഇൻറ്റു ആക്കി. അപ്പോൾ നേരെ തിരിക്കണം. അപ്പോൾ അതായത് താഴെ കിടക്കുന്നത് 4 മുകളിൽ വന്നു, -7 താഴേക്ക് വന്നു. ഇനി 4ഉം 4ഉം ക്യാൻസലായി. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇടയ്ക്ക് പ്ലസ് സൈൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. LCM ഒക്കെ എടുക്കണം. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇൻറ്റു ആയതുകൊണ്ട് മുകളിലും താഴെ ഒരേ നമ്പർ പോകുമ്പോൾ ക്യാൻസലേഷൻ നടന്ന് ഈക്വൽ ടു. ഇനി ബാലൻസ് ഇവിടെ എന്തുണ്ട്? 3 മാത്രമുണ്ട്. അപ്പോൾ 3/, ഇവിടെ താഴെ എന്തുണ്ട്? 4 ക്യാൻസൽ ചെയ്ത് -7. അപ്പോൾ ആൻസർ ആയിട്ട് ഇത്ര കിട്ടി 3/-7. 3/-7 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ 3/-7 എന്ന് പറഞ്ഞാലും -3/7 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. മുകളിലോട്ട് മൈനസ് കൊണ്ടുപോയി. അപ്പോൾ ആൻസർ എന്താണ്? 3/-7 എന്ന് പറഞ്ഞാൽ -3/7 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഈ -3/7 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട്. -3/7. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ.